കൊച്ചിയിൽ വി ഡി സതീഷിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ സേവ്യർ, എന്തിനാണ് ഡിവൈഎഫ്ഐയോട് പ്രതിഷേധിച്ചത്? മറ്റു വിശദാംശം. അല്പം മുമ്പാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഡിവൈഎഫ്ഐ അല്ല SFI പ്രതിഷേധമാണ് നടന്നത്. SFIയുടെ പ്രതിഷേധം, അതായത് ഈ സ്വകാര്യ പരിപാടി പങ്കെടുക്കാനായി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. ആ പരിപാടിക്ക് സമീപം തന്നെ SFI പ്രവർത്തകർ ഇത്തരത്തിൽ ഈ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പ് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വി ഡി സതീശൻ പങ്കെടുക്കുന്ന വേദിക്ക് സമീപത്തെ ഇവർ വന്നതോടുകൂടി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ACP വിവരം അറിയിക്കുകയും കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് എത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം SFIക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ പരിപാടി അവസാനിച്ച് തിരികെ ഔദ്യോഗിക വാഹനത്തിലേക്ക് പോകാനായി ഈ പരിപാടി നടക്കുന്ന വേദിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കയറവെയാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകരിൽ ഒരാൾ വി ഡി സതീശന്, പ്രതിപക്ഷ നേതാവിന് നേരെ ഇത് നൽകാൻ ഈ പ്രതിഷേധത്തിന് ശ്രമിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പ് നൽകി ഇത്തരത്തിലൊരു പ്രതിഷേധത്തിനാണ് ശ്രമിച്ചത്. വലിയ പോലീസ് സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലും ഇത്തരത്തിലൊരു പ്രവർത്തക വി ഡി സതീശന്റെ ഓട്ടോയ്ക്ക് സമീപമെത്തി ഓട്ടോയ്ക്ക് അകത്തേക്ക് ഈ പേപ്പർ നൽകാൻ ശ്രമിക്കുകയായിരുന്നു. ഏതായാലും അതിനുശേഷം വലിയ സുരക്ഷയോട് കൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. SFI പ്രവർത്തകർ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്താതിരിക്കാൻ നേരത്തെ തന്നെ വലിയ പോലീസ് സന്നാഹമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അജി, ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഒരു മറുപടി, ചോദ്യങ്ങൾക്ക് ഏത് തരത്തിലുള്ള മറുപടിയായിരുന്നു വി ഡി സതീശൻ നടത്തിയത്? നോ കമന്റ്സ് ആണോ? തുടക്കത്തിൽ ഈ ചോദ്യം ഇത്തരത്തിൽ ഉയർന്നു വന്നപ്പോൾ നോ കമന്റ്സ്, ഇതുമായി ബന്ധപ്പെട്ട കമന്റുകളൊന്നും ഇല്ല എന്ന് തന്നെയായിരുന്നു തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ പിന്നീട് വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നടപടി ബോധ്യങ്ങളിൽ നിന്നെടുത്തുള്ള തന്റെ ഉത്തമവാദി ബോധ്യങ്ങളിൽ നിന്നെടുത്ത് പാർട്ടിയിലെ എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ എല്ലാവരും ഒരുമിച്ച് ആലോചിച്ച് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ളതെന്നായിരുന്നു വി ഡി സതീശൻ പ്രതികരിച്ചത്. അറബിക്കടൽ ഇരമ്പി വന്നാലും ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി ഒരടി പിന്നോട്ട് പോകില്ലെന്നും ഇപ്പോൾ ഈ തീരുമാനമെടുത്തതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ തീരുമാനമെടുത്തത് നന്നായെന്ന് പിന്നീട് ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ വിമർശിക്കുന്നവർക്ക്, ഏതെങ്കിലും തരത്തിൽ ആ തീരുമാനത്തിൽ എതിർപ്പറിയിക്കുന്നവർക്ക് പിന്നീട് ആ തീരുമാനമെടുത്തത് എന്തുകൊണ്ടും നന്നായി എന്ന് മനസ്സിലാകുമെന്നുമാണ് പറയുന്നത്. രാഷ്ട്രീയത്തിൽ സൗഹൃദത്തിന് പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ഇമോഷൻസിന് പ്രാധാന്യമില്ല. രാഷ്ട്രീയത്തിൽ പ്രാധാന്യം രാഷ്ട്രീയത്തിന് തന്നെയാണ്. അതിൽ സൗഹൃദത്തെ കൂട്ടിക്കലർത്തേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യത്തോട്, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിച്ചത്. അജി, ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.